ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആൻഡ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ്. Antibodies, also known as immunoglobulins, are secreted by B cells to neutralize antigens such as bacteria and viruses. The classical representation of an antibody is a Y-shaped molecule composed of 4 polypeptides, 2 heavy chains and 2 light chains. ആൻറ്റിബോഡീസിന് പറയുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ബി സെൽസിൽ നിന്നുമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് വൈറസസിനെയും ബാക്ടീരിയനെയും ഒക്കെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻറ്റിജനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബി സെൽസിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലെങ്കിൽ ആൻറ്റിബോഡീസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത് 4 പോളിപെപ്റ്റൈഡ്സ് ചേർന്നതാണ്. അതിൽ 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസുമാണുള്ളത്. അങ്ങനെ ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഈച്ച് ടിപ്പ് ഓഫ് ദ വൈ കണ്ടെയ്ൻസ് എ പാരാടോപ്പ്, ദാറ്റ് ഈസ് എ സ്ട്രക്ചർ അനലോഗസ് ടു എ ലോക്ക്, ദാറ്റ് ഈസ് സ്പെസിഫിക് ഫോർ വൺ പർട്ടിക്കുലർ എപ്പിടോപ്പ്, സിമിലർലി അനലോഗസ് ടു എ കീ on an antigen, allowing these two structures to bind together with precision. The ability of binding to an antigen has led to their ubiquitous use in a variety of life science and medical science. These antibodies can be classified into 2 primary types, that is monoclonal and polyclonal, by the means in which they are created from lymphocytes. വൈ ഷേപ്പിലുള്ള ആൻറ്റിബോഡീസിൻ്റെ ടിപ്പ് റീജിയനിൽ കാണപ്പെടുന്ന ഒരു ബൈൻഡിങ് സൈറ്റാണ് പാരാടോപ്പ് എന്ന് പറയുന്നത്. ഇത് ആൻറ്റിജന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ആൻറ്റിബോഡിയുടെ റീജിയനാണ്. അതുപോലെ തന്നെ ആൻറ്റിജനിൽ ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അത് ആൻറ്റിബോഡിക്ക് വന്ന് ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഏരിയയാണ്. അതിൻ്റെ പേര് എപ്പിടോപ്പ് എന്നാണ്. അപ്പം ആൻറ്റിജൻ്റെ എപ്പിടോപ്പും ആൻറ്റിബോഡിയുടെ പാരാടോപ്പും തമ്മിലാണ് ബൈൻഡിങ് നടക്കുന്നത്. ഈ ബൈൻഡിങ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിരിക്കും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡി മാത്രമേ ബൈൻഡ് ചെയ്യുന്നുള്ളൂ. പ്രധാനമായിട്ടും ഈ ഒരു എബിലിറ്റി, അതായത് ഈ ഒരു സ്പെസിഫിസിറ്റി, ആൻറ്റിജൻ്റെ ആൻറ്റിബോഡിയുടെ സ്പെസിഫിസിറ്റി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ലൈഫ് സയൻസിലും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിലുമാണ്. ആൻറ്റിബോഡീസിനെ 2 പ്രൈമറി ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നും പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്നുമാണത്. ഈ ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിംഫോസൈറ്റിൽ നിന്നുമാണ്. Each of them has important role in the immune system, diagnostic exams and treatments. First one, polyclonal antibodies. Polyclonal antibodies are mixture of heterogeneous which are usually produced by different B cell clones in the body. They can recognize and bind to many different epitopes of a single antigen. പോളിക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോഡിയിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ബി സെൽ ക്ലോൺസിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആർ മിക്സ്ചർ ഓഫ് ഹെട്രോജീനിയസ് എന്ന് പറയാം. ഈ തരത്തിലുള്ള പോളിക്ലോണൽ ആൻറ്റിബോഡീസിന് ഒരു സിംഗിൾ ആൻറ്റിജൻ്റെ എപ്പിടോപ്പ്, സിംഗിൾ ആൻറ്റിജൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള എപ്പിടോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യാനും ബൈൻഡ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കും. Polyclonal antibodies are produced by injecting an immunogen into an animal after being injected with a specific antigen to elicit a primary immune response. The animal is given a secondary, even tertiary immunization to produce higher titers of antibodies against the particular antigen. After immunization, polyclonal antibodies can be obtained straight from the serum. ഈ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷനാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക് ഒരു ഇമ്മ്യൂണോജനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ഫസ്റ്റ്. അപ്പം ഇമ്മ്യൂണോജൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനാണ്.
സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെ ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ആനിമലിൻ്റെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. അതാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പം ആനിമലിലേക്ക് കൂടുതലായിട്ട് ഇമ്മ്യൂണൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ ആൻറ്റിബോഡീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പർട്ടിക്കുലർ ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള പർട്ടിക്കുലർ ആൻറ്റിബോഡീസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണൈസേഷന് ശേഷം പോളിക്ലോണൽ ആൻറ്റിബോഡീസിന് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് സെറത്തിൽ നിന്നുമാണ് നമുക്ക് ഡയറക്റ്റ് പ്യൂരിഫൈ ചെയ്ത് പോളിക്ലോണൽ ആൻറ്റിബോഡീസിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻറ്റിബോഡീസിനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുമ്പോഴേക്കും ഇപ്പം ബ്ലഡിലുള്ള ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് അതുപോലെ റെഡ് ബ്ലഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത ശേഷമാണ് സെറത്തിൽ നിന്നും ആൻറ്റിബോഡീസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. പ്യൂരിഫൈഡ് ടു ഒബ്റ്റെയിൻ എ സൊല്യൂഷൻ വിച്ച് ഈസ് ഫ്രീ ഫ്രം അതർ സെറം പ്രോട്ടീൻസ്. അപ്പോഴെന്താണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ? പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോജനെ ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ആനിമലിൻ്റെ ബോഡിയിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും കൂടുതലായിട്ട് ആൻറ്റിബോഡീസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ബ്ലഡിലെ സിറത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ബ്ലഡിൽ കാണുന്ന ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് റെഡ് ബ്ലഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് സിറത്തിൽ നിന്നും പ്യൂരിഫൈ ചെയ്ത് ആൻറ്റിബോഡീസിനെ എടുക്കുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ കഴിവ് എന്തായിരിക്കും? അവയ്ക്ക് ഒരു സിംഗിൾ ആൻറ്റിജൻ്റെ പലതരത്തിലുള്ള എപ്പിടോപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാനും ബൈൻഡ് ചെയ്യാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അടുത്തത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. Monoclonal antibodies are generated by identical B cells which are clones from a single parent cell. This means that the monoclonal antibodies have monovalent affinity and only recognize the same epitope of an antigen. അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സെൽസിൽ നിന്ന് ഒരു സിംഗിൾ പേരൻറ്റിൻ്റെ സെല്ലിൽ നിന്നും അതിൻ്റെ ക്ലോൺസിൽ നിന്നും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബി സെല്ലിൻ്റെ ക്ലോൺസിൽ നിന്നുമാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇത് മോണോവാലൻ്റ് അഫിനിറ്റി ആയിരിക്കും മോണോക്ലോണൽ ആൻറ്റിബോഡീസിന് ഉണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ആൻറ്റിജൻ്റെ ഒരേ തരത്തിലുള്ള എപ്പിടോപ്പുമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. Unlike polyclonal antibodies which are produced in live animals, monoclonal antibodies are produced ex vivo using tissue culture techniques. The process begins with an injection of the desired antigen into an animal, often a mouse, multiple times. Once the animal develops an immune response, the B lymphocytes are isolated from the animal's spleen and fused with a myeloma cell line, creating immortalized B-cell myeloma hybridomas. The hybridomas, which are able to grow continuously in culture while producing antibodies, are then screened for desired monoclonal antibodies. പോളിക്ലോണൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയിലല്ല, ലൈവ് ആനിമൽസിൽ നിന്നുമാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതേസമയം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ് വൈവോ യൂസിങ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കിലൂടെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഡിസേർഡ് ആയിട്ടുള്ള ആൻറ്റിജനെ ഒരു ആനിമലിൻ്റെ ബോഡി മൗസിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ മൗസിലേക്ക് ഡിസേർഡ് ആൻറ്റിജനെ ഇൻജെക്റ്റ് ചെയ്യുകയും ഒരിക്കൽ അവയുടെ ബോഡിയിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമലിൻ്റെ ബോഡിയിൽ നിന്നും, അതായത് മൗസിൻ്റെ ബോഡിയിൽ നിന്നും ബി ലിംഫോസൈറ്റ്സിനെ ആനിമലിൻ്റെ സ്പ്ലീനിൽ നിന്നുമാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും മൗസിൻ്റെ സ്പ്ലീനിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്നു? ബി ലിംഫോസൈറ്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. ഈ ബി ലിംഫോസൈറ്റിനെ മൈലോമ സെൽ ലൈനുമായിട്ട് ഫ്യൂസ് ചെയ്യിക്കുന്നു. ബി ലിംഫോസൈറ്റിനെ മൈലോമ സെൽ ലൈനുമായിട്ട് ഫ്യൂസ് ചെയ്യിക്കുന്നു. ബി ലിംഫോസൈറ്റ്സും മൈലോമ സെൽ ലൈനുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന
ഫ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇമ്മോർട്ടലൈസ്ഡ് ബി സെൽ മൈലോമ ഹൈബ്രിഡോമാസ് ആണ്. ഇമ്മോർട്ടലൈസ്ഡ് ബി സെൽ മൈലോമ ഹൈബ്രിഡോമാസ് ആണ്. ഈ ഹൈബ്രിഡോമാസിന് എന്തിനുള്ള കഴിവുണ്ടായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊരു കൾച്ചർ മീഡിയയിലേക്ക് മാറ്റുന്നു. അങ്ങനെ കൾച്ചർ മീഡിയയിൽ വെച്ച് കൾട്ടിവേറ്റ് ചെയ്ത് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആൻറ്റിബോഡീസിനെ സ്ക്രീൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നു. അപ്പോഴെന്താണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ? മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിജൻ്റെ സെയിം എപ്പിറ്റോപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാനും ബൈൻഡ് ചെയ്യാനും സാധിക്കുന്ന ആൻറ്റിബോഡീസിനെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക്, അതായത് ഇവിടെ മൗസിനെയാണ് ഉപയോഗിക്കുന്നത്, മൗസിലേക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആൻറ്റിജനെ ഇൻജെക്റ്റ് ചെയ്യുന്നു. ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്പ്ലീനിൽ നിന്നും ബി ലിംഫോസൈറ്റിനെ സെപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്തെടുക്കുകയും അത് മൈലോമ സെൽ ലൈനുമായിട്ട് ഫ്യൂസ് ചെയ്യിക്കുകയും ഫ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇമ്മോർട്ടലൈസ്ഡ് ബി സെൽ മൈലോമ ഹൈബ്രിഡോമാസ് ആണ്. അപ്പോൾ ഇമ്മോർട്ടലൈസ്ഡ് ബി സെൽ മൈലോമ ഹൈബ്രിഡോമാസ് ഫോം ചെയ്യുന്നു. ഈ ഹൈബ്രിഡോമാസ് കൾച്ചർ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ കൂടുതൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ സ്ക്രീൻ ചെയ്ത് എടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. The advantages and disadvantages of polyclonal antibodies were mainly determined by their multi-epitope specificity. Advantages are: first one, inexpensive and relatively quick to produce. Higher overall antibody affinity against the antigen due to the recognition of multiple epitopes. High ability to capture the target protein, recommended as the capture antibody in sandwich ELISA. Antibody affinity results in quicker binding to the target antigen, recommended for assays that require quick capture of the protein, for example IP or chip. Superior for use in detecting a native protein, easy to couple with antibody labels and rather unlikely to affect binding capability. പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ മൾട്ടി എപ്പിറ്റോപ്പ് സ്പെസിഫിസിറ്റിയുടെ ബേസിസിലാണ്. മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ക്വിക്ക് ടു പ്രൊഡ്യൂസ്, റിലേറ്റീവ്ലി ക്വിക്ക് ടു പ്രൊഡ്യൂസ്. ഹയർ ഓവറോൾ ആൻറ്റിബോഡി അഫിനിറ്റി എഗനസ്റ്റ് ദ ആൻറ്റിജൻ. ആൻറ്റിബോഡീസിൻ്റെ ആൻറ്റിജന് എതിരെയുള്ള അതിൻ്റെ അഫിനിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. കാരണം എന്താണ്? മൾട്ടിപ്പിൾ എപ്പിറ്റോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യാനും ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് ആൻറ്റിബോഡീസിന് ഉണ്ട് എന്നുള്ളതാണ്. ടാർഗറ്റ് പ്രോട്ടീനെ ക്യാപ്ചർ ചെയ്യുന്നതിൽ എബിലിറ്റി കൂടുതലാണ്. ഇത് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് സാൻഡ്വിച്ച് എലിസയുടെ കേസിലാണ് ക്യാപ്ചർ ആൻറ്റിബോഡി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻറ്റിബോഡി അഫിനിറ്റി റിസൾട്ട്സ് ഇൻ ക്വിക്കർ ബൈൻഡിങ് ടു ദ ടാർഗറ്റ് പ്രോട്ടീൻ. അപ്പം ആൻറ്റിബോഡിക്ക് പെട്ടെന്ന് തന്നെ ടാർഗറ്റ് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ഹൈ അഫിനിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ആൻറ്റിബോഡീസ് എന്തിനു വേണ്ടിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? റെക്കമെൻഡഡ് ഫോർ അസേസ് ദാറ്റ് റിക്വയർ ക്വിക്ക് ക്യാപ്ചർ ഓഫ് ദ പ്രോട്ടീൻസ്, എക്സാമ്പിൾ IP ഓർ ചിപ്പ്. ഇതുകൂടാതെ തന്നെ നേറ്റീവായിട്ടുള്ള പ്രോട്ടീൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും യൂസ് ചെയ്യുന്നു. സുപ്പീരിയർ ഫോർ യൂസ് ഇൻ ഡിറ്റക്റ്റിംഗ് എ നേറ്റീവ് പ്രോട്ടീൻ, ഈസി ടു കപ്പിൾ വിത്ത് ആൻറ്റിബോഡി ലേബൽ ആൻഡ് റാദർ അൺലൈക്ലി ടു അഫക്റ്റ് ബൈൻഡിങ് എബിലിറ്റി. ബൈൻഡിങ് കേപ്പബിലിറ്റീനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആൻറ്റിബോഡി ലേബൽസുമായിട്ട് പെട്ടെന്ന് തന്നെ കപ്ലിങ്ങിന് വിധേയമാകുന്നതിനും ഇത്തരത്തിലുള്ള പോളിക്ലോണൽ ആൻറ്റിബോഡീസ് സാധിക്കുന്നു. Disadvantages of polyclonal antibodies. Batch to batch variability as produced in different animals at different times.
high chance of cross-reactivity due to recognition of multiple epitopes. That means affinity purified antibodies display a minimum cross-reactivity. യൂസ് ചെയ്യുന്ന പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഓരോ ബാച്ചിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ടൈമിനെ ബേസ് ചെയ്തിട്ടും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസിലെ അതിൻ്റെ ബേസിസിലും വേരിയബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രോസ് റിയാക്ടിവിറ്റിക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം മൾട്ടിപ്പിൾ എപ്പിറ്റോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവ് തന്നെയാണ്. നമുക്കിനി മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. First one, batch to batch reproducibility, that means high homogeneity, possibility to produce large quantities of identical antibody, an advantage for diagnostic manufacturing and therapeutic drug development, high specificity to a single epitope reflected in low cross reactivity, more sensitive in assays requiring qualification of the protein levels, low background noise. Batch to batch reproducibility, that means homogeneity വളരെയധികം കൂടുതലാണ്. Possibility to produce a large quantities of identical antibodies. അപ്പോൾ ഒരേപോലെയുള്ള ആൻറ്റിബോഡീസിനെ വളരെയധികം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് കൂടുതലും തെറാപ്യൂട്ടിക് ഡ്രഗ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലുമാണ് ഇതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഹൈ സ്പെസിഫിസിറ്റി ടു എ സിംഗിൾ എപ്പിറ്റോപ്പ്. നമ്മൾ പറഞ്ഞു മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ എപ്പിറ്റോപ്പിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ ക്രോസ് റിയാക്ടിവിറ്റിയുടെ സാധ്യത വളരെയധികം കുറവാണ്. ഹൈ സ്പെസിഫിസിറ്റി ടു എ സിംഗിൾ എപ്പിറ്റോപ്പ് റിഫ്ലക്റ്റഡ് ഇൻ ലോ ക്രോസ് റിയാക്ടിവിറ്റി. മോർ സെൻസിറ്റീവ് ഇൻ assays റിക്വയറിംഗ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദ പ്രോട്ടീൻ ലെവൽസ്. പ്രോട്ടീൻ ലെവൽസിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനും അസേസിൽ സെൻസിറ്റീവാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. കാരണം എന്താണ്? സിംഗിളായിട്ടുള്ള എപ്പിറ്റോപ്പിനെയാണ് അത് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ ലെവൽസ്, പ്രോട്ടീനുമായിട്ടുള്ള അതിൻ്റെ റിയാക്ടിവിറ്റി കുറച്ചും കൂടെ അതിൻ്റെ ആക്യുറസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി അസേസിലൊക്കെ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനും ഇത് വളരെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് കൂടുതലും സെൻസിറ്റീവാണ്. ലോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഇനി നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. മോർ എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ്. ഇറ്റ് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് എ പൂൾ ഓഫ് സെവറൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. റിക്വയർഡ് significantly more time to produce and develop the hybridized clone. More susceptible to binding changes when labeled. മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് എ പൂൾ ഓഫ് സെവറൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. റിക്വയർഡ് സിഗ്നിഫിക്കൻ്റ്ലി മോർ ടൈം ടു പ്രൊഡ്യൂസ് ആൻഡ് ഡെവലപ്പ് ദ ഹൈബ്രിഡൈസ്ഡ് ക്ലോൺ. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് മുഴുവൻ നമ്മൾ പഠിച്ചതാണ്. അപ്പം നമുക്കറിയാം ഇമ്മ്യൂണൈസ് ചെയ്തതിന് ശേഷം ഹൈബ്രിഡൈസേഷന് വിധേയമാകുന്നു. അപ്പോൾ കൂടുതൽ സമയമെടുക്കുന്നു. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നു. അത് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മോർ സസെപ്റ്റബിൾ ടു ബൈൻഡിങ് ചേഞ്ചസ് വെൻ ലേബിൾഡ്. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആർ മെയ്ഡ് യൂസിങ് several different immune cells. They will have the affinity for the same antigen but different epitopes, while monoclonal antibodies are made using identical immune cells that are a clone of a specific parent cell. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കാം. For applications such as therapeutic drug development that require large volume of identical antibodies specific to a single epitope, monoclonal antibodies are a better solution. For general research applications, however, the advantages of polyclonal antibodies typically outweigh the few advantages that monoclonal antibodies provide. With affinity purification of serum against small antigen targets, the advantages of polyclonal antibodies are further extended. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.